നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. മഹീന്ദ്ര രണ്ട് പുതിയ SUVകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും ഇലക്ട്രിക് SUVകളാണ്. ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് പ്രൗസ് അത് വിളിച്ചു പറയുന്ന ഒരു കിടു ഇലക്ട്രിക് കാർ ആയിരിക്കുമെന്നാണ് വാഹനം ഓടിച്ചവരും ഒപ്പം ഇന്ത്യൻ വാഹന കമ്മ്യൂണിറ്റിയും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ ഇലക്ട്രിക് SUVയുടെ പേര് തന്നെ ശ്രദ്ധിക്കൂ, B6E എന്ന് നമുക്ക് പറയാം. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മഹീന്ദ്ര വാഹനങ്ങളുടെ പേരുമായി യാതൊരു സാമ്യമോ അടുപ്പമോ കാണിക്കാത്ത ഒരു പേരാണ് ഇത്. ഒരു പക്ഷേ ആഗോള വിപണിയെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം മഹീന്ദ്ര ഇത് ലോഞ്ച് ചെയ്തത്. മഹീന്ദ്രയുടെ ചുരുക്കം ചില വാഹനങ്ങൾ, മഹീന്ദ്ര ഥാർ റോക്സ്, പഴയ അർമാഡ പോലെയുള്ള വാഹനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വാഹനങ്ങളുടെയും പേര് അവസാനിക്കുന്നത് O എന്ന ഇംഗ്ലീഷ് ലെറ്ററിലാണ്. സ്കോർപിയോ, ബൊലീറോ, ജിയോ, വെരീറ്റോ, XUV 500, XUV 700, 300, KUV 100, മെരാസോ, പേരുകൾ ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാം യോയിലാണ് അവസാനിക്കുന്നത്. ഇവിടെ മാത്രം പേരിനൊരു വ്യത്യാസമുണ്ട്, B6E. പ്രത്യേകത സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഫീച്ചറുകളുണ്ട് ഇതിൽ. നല്ല അടിപൊളി പെർഫോമൻസുമാണ്. ഓടിച്ചവർ പറയുന്നതാണ് ത്രില്ലിംഗ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ എല്ലാം കൊണ്ടും ഗ്ലോബൽ കാർ ഇൻഡസ്ട്രിയോട് നമ്മൾ പറയുന്നു, ഇന്ത്യ ഇതാ എത്തിയിരിക്കുന്നു എന്ന്. 79 kWh ബാറ്ററി, 500 കിലോമീറ്ററിൽ അധികം മൈലേജ്, കുറഞ്ഞ വിലയും, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുമായിട്ടാണ് B6E വരുന്നത്. എന്തൊക്കെയാണ് B6Eയെ ഇത്രമാത്രം വ്യത്യസ്തമാക്കുന്നത്? മഹീന്ദ്ര ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് അവർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ്. ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ ആർക്കിടെക്ചർ. മഹീന്ദ്രയുടെ ഇനി വരുന്ന എല്ലാ വാഹനങ്ങളെയും സപ്പോർട്ട് ചെയ്യുവാൻ പോകുന്ന ഒരു മോഡുലാർ ഇലക്ട്രിക് വെഹിക്കിൾ ആർക്കിടെക്ചറാണ് ഇൻഗ്ലോ. 0 നിന്നും 100 കിലോമീറ്റർ വേഗത ആർജിക്കുവാൻ 6.7 സെക്കൻഡ് സമയം മാത്രം മതി ഈ വാഹനത്തിന്. വാഹനത്തിൻ്റെ ഓഡിയോ ഡോൾബി അറ്റ്മോസ് സറൗണ്ടോട് കൂടിയ ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റമാണ്. 16 സ്പീക്കറുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 16 സ്പീക്കറുകൾ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനൊന്നും ഞെട്ടി, നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാവും. 3D ക്വാണ്ടം ലോജിക് ഇമേഴ്ഷൻ സൗണ്ടാണ് മഹീന്ദ്ര സോണിക് സ്റ്റുഡിയോയിൽ ഉള്ളത്. 7 എയർ ബാഗുകളാണ് B6Eയിൽ ഉള്ളത്. B6Eയുടെ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500+ ആണ്. ലെവൽ 2+ അഡാസ് ആണ് B6Eയുടെ മറ്റൊരു പ്രത്യേകത. 5 റഡാറും 12 അൾട്രാസോണിക് സെൻസറുകളുമാണ് ഈ വാഹനത്തിലുള്ളത്. അഡാസ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അഡാസ് എന്നാൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റമാണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, പാർക്കിംഗ് അസിസ്റ്റൻസ്, ട്രാഫിക് സൈൻ റിക്കഗ്നിഷൻ, അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റ്സ്, ഇതൊക്കെ അഡാസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ്. നേരത്തെ പറഞ്ഞ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം 2 തരം LFB ലിത്തിയം അയോൺ ഫോസ്ഫേറ്റ് ബാറ്ററി ഓപ്ഷനുമായിട്ടാണ് വരുന്നത്. 59 kWhഉം 79 kWhഉമാണ് ഇത് വരുന്നത്. ഒരു 175 kW DC ചാർജർ കൊണ്ട് 20 മുതൽ 80% വരെ ബാറ്ററി ചാർജിലെത്തുവാൻ 20 മിനിറ്റ് മാത്രം മതി എന്നാണ് പറയുന്നത്. മാത്രമല്ല ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ ബാറ്ററിക്ക് കമ്പനി നൽകുന്നത്. ഇനി ഈ വാഹനം ഇത് പാർക്ക് ചെയ്യാൻ നിങ്ങൾ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാരണം ഓട്ടോ പാർക്ക് എന്നൊരു സിസ്റ്റം B6Eയിൽ ഉണ്ട്. ഡ്രൈവർ അകത്തിരിക്കാതെ തന്നെ വാഹനം കീ ഉപയോഗിച്ച് തന്നെ നമുക്ക് പാർക്ക് ചെയ്യുവാൻ പറ്റും. മറ്റൊരു പ്രത്യേകത AR ഹെഡ്സപ്പ് ഡിസ്പ്ലേ ആണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അതാണ് ശരിയായ പേര്. അതായത് ഡ്രൈവറുടെ ലൈൻ ഓഫ് സൈറ്റിന് നേരെ തന്നെ ഇൻഫർമേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. ഇൻഫർമേഷൻ ഡ്രൈവർക്ക് കാണാവുന്ന വിധത്തിൽ വിൻസ്ക്രീൻ ഗ്ലാസ്സിലായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുക. MAIA മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ B6Eയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഡ്രൈവ് അസിസ്റ്റ് ടെക്നോളജീസ്, HD സ്ട്രീമിംഗ് ആൻഡ് മൾട്ടി ഡിസ്പ്ലേ, അഡ്വാൻസ്ഡ് ന്യൂറൽ എഞ്ചിൻ, കണക്റ്റഡ് കാർ ടെക്നോളജീസ്, ഇൻ ക്യാബ് എക്സ്പീരിയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇതെല്ലാം മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ ഉപയുക്തമാക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നത് ഇത് മാസ്റ്റർ മൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ SDV എന്നാണ്. ഓട്ടോമോട്ടീവ് മേഖലയിലെ ഏറ്റവും പവർഫുൾ കോക്പിറ്റ് SoC ആണ് ഇത് എന്നാണ് പറയുന്നത്. ഇവിടെ SoC എന്നാൽ സിസ്റ്റം ഓൺ എ ചിപ്പ് എന്നാണ് അർത്ഥം.
വിവിധങ്ങളായ ഫംഗ്ഷനുകൾ ഒരൊറ്റ ചിപ്പിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഇത്. ഈ വാഹനത്തിൻ്റേത് ഒരു ഇൻഫിനിറ്റി റൂഫാണ്. 1 മില്യൺ കളറുകൾ റൂഫിൽ മിനിറ്റിൽ മിന്നി മാറും. ഇതൊരു സൺറൂഫ് അല്ല കേട്ടോ. 3 ഡ്രൈവ് മോഡാണ് ഈ വാഹനത്തിലുള്ളത്: റേഞ്ച്, എവരിഡേ, റേസ്. കൂടാതെ ഒരു ബൂസ്റ്റ് മോഡും. ഒരു വൈഡ് FOV ക്യാമറയാണ് വാഹനത്തിലുള്ളത്. FOV ക്യാമറ എന്നാൽ ഫീൽഡ് ഓഫ് വ്യൂ എന്നാണ് അർത്ഥം. ഈ ക്യാമറ വാഹനം ഓടിക്കുന്ന ആളിൻ്റെ ക്ഷീണം, തളർച്ച, കോട്ടുവായിടുക അല്ലെങ്കിൽ ഉറക്കം വരിക ഇതെല്ലാം ശ്രദ്ധിക്കും. എന്നിട്ട് അലേർട്ടുകൾ അയക്കുകയും ചെയ്യും. 10 മീറ്റർ ടേണിംഗ് സർക്കിൾ ഡയമീറ്ററാണ് ഈ വാഹനത്തിനുള്ളത്. ഇസഡ് ഗ്ലാസ് സെക്യൂരിറ്റിക്കായി 5 360 ഡിഗ്രി ക്യാമറകളാണ് വാഹനത്തിൽ ഉള്ളത്. 2025 ജനുവരിയിൽ വാഹനത്തിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുമെന്നും ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയി ഡെലിവറി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. 18.90 ലക്ഷം രൂപ, അതായത് 19 ലക്ഷത്തോളം രൂപ ആയിരിക്കും ഇപ്പോൾ വാഹനത്തിൻ്റെ ബേസ് മോഡലിന് അവർ ഇട്ടിരിക്കുന്ന വില. മറ്റ് വേരിയൻറ്റുകളുടെ വില ഇപ്പോൾ വ്യക്തമല്ല. സാധാരണ മറ്റെല്ലാ വാഹനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഒരു പക്ഷേ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാകാനാണ് സാധ്യത. മഹീന്ദ്രയുടെ ചെന്നൈയിലെ ടെസ്റ്റ് ട്രാക്കിൽ ഈ വാഹനം 200 കിലോമീറ്റർ സ്പീഡ് അനായാസം കടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ കേൾക്കുന്നതും ഓടിച്ചവർ പറയുന്നതും അനുസരിച്ചായാൽ ഈ വാഹനം നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റിയെഴുതും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്ലോബൽ ഇൻഡസ്ട്രിയിൽ ഇതാ ഇന്ത്യ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.